ഈ കാണുന്ന സിലിണ്ടറിനെ നമ്മൾ റീഫില്ലബിൾ ടൈപ്പ് സിലിണ്ടർ ആക്കി മാറ്റുന്നത് എങ്ങനെയാണെന്നുള്ള വീഡിയോയാണ്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണണം. തമ്പനയിൽ കാണിച്ചതുപോലെ തന്നെയാണ്, അതായിട്ട് നല്ല സാമ്യമുള്ള ഒരു വീഡിയോയാണ്, സ്കിപ്പ് ചെയ്ത് കളയണ്ട. 2 ഇഞ്ചിൻ്റെ 15 സെൻറ്റിമീറ്റർ വരുന്ന PVC പൈപ്പാണ് ഞാനിവിടെ എടുത്തു വച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഉപയോഗശൂന്യമായ കുപ്പിയുടെ വായ ഭാഗം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അത്യാവശ്യം നമുക്ക് കൈകൊണ്ട് മുറുക്കാൻ പറ്റുന്ന കുപ്പിയായിരിക്കണം. അങ്ങനെയുള്ള കുപ്പികളെ സെലക്ട് ചെയ്യാൻ പാടുള്ളൂ. ഈ പെപ്സി, കോള അങ്ങനെയുള്ള കുപ്പികൾ. ഇനി നമുക്ക് ഈ കാണുന്ന വായ ഭാഗത്തിൻ്റെ അളവെടുത്ത് PVC ആ ഒരു ഏകദേശം ഒരു ഷെയ്ഡ് വരച്ചിട്ട് നമുക്കത് കട്ട് ചെയ്തെടുക്കണം. ഇതിൽ കാണിച്ചിരിക്കുന്നത് പോലെ തന്നെ കട്ട് ചെയ്തെടുത്താൽ മതി. എന്നിട്ട് ഈ സാധനം അതിനുള്ളിലേക്ക് ഇറക്കി വെക്കാം. വെറുതെ ഇറക്കി വെച്ചാൽ മാത്രം പോരാ, ഗ്ലൂ സ്റ്റിക്ക് കൊണ്ട് നന്നായിട്ട് ഒട്ടിച്ചും കൂടി കൊടുത്തേക്കണം. ഇനി നമുക്ക് സിലിണ്ടറിൻ്റെ താഴെ ഭാഗം അടച്ചു കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 ഇഞ്ചിൻ്റെ എൻഡ് ഗ്യാപ്പാണ് ഇവിടെ സോൾവെൻ്റ് ഉപയോഗിച്ച് ഒട്ടിക്കുന്നത്. അത്യാവശ്യം നല്ല ടൈറ്റായി ഉണങ്ങി കഴിഞ്ഞതിന് ശേഷം ഫ്ലെക്സ് ക്വിക്ക് ഉപയോഗിച്ച് അത് നൈസായിട്ട് അങ്ങോട്ട് സീൽ ചെയ്തും കൂടി കൊടുത്തേക്കണം. ഇത് പഴയൊരു സിലിണ്ടറാണ്. ഇതിൻ്റെ നമുക്ക് ഈ ഒരു ഇത്രയും ഭാഗം കോമ്പസും പെൻസിലും ഉപയോഗിച്ച് അളന്നിട്ട് വേറൊരു എൻഡ് ഗ്യാപ്പിൽ ഇങ്ങനെ വരച്ച് അത്രയും ഭാഗം കട്ട് ചെയ്ത് മാറ്റേണ്ടതുണ്ട്. അതുപോലെ തന്നെ പഴയ സിലിണ്ടറിൻ്റെ ആ ഒരു അത്രയും ഭാഗം നമുക്ക് കട്ട് ചെയ്തെടുക്കണം. ഇപ്പോൾ ഇത് കട്ട് ചെയ്തിട്ട് ആ ഒരു ഇതിൽ ഒട്ടിച്ചെടുത്ത് കഴിഞ്ഞാൽ ആ ഒരു ഇതാണ്. വീഡിയോ ഒന്നും എടുത്തില്ല ഞാൻ. ഈ ഒരു ഭാഗം നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ തന്നെ സീൽ ചെയ്ത് ഒട്ടിച്ചെടുക്കാം. അതിൻ്റെ പുറമേ ഉള്ള ഗ്യാപ്പ് MCയിൽ ഉപയോഗിച്ച് ഫില്ല് ചെയ്തും കൂടി കൊടുത്തേക്കണം. MCയിൽ ഉപയോഗിച്ച് ഒട്ടിക്കുമ്പോൾ നമുക്ക് ഈ ഒരു ഗണ്ണ് നമുക്ക് വെക്കാൻ പാകത്തിന് വേണം MCയിൽ വെക്കാൻ. അത്യാവശ്യം അത് വെക്കാനും ഊരാനും പറ്റണം. ഇനി നമുക്ക് അതിൻ്റെ ആ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ ഒരു ഭാഗം നമുക്ക് ഫ്ലെക്സ് ക്വിക്ക് മാത്രം ഉപയോഗിച്ച് ഒട്ടിച്ചെടുക്കാം. ഇതിൽ സോൾവെൻ്റ് ഉപയോഗിക്കില്ല. സംഭവം ഉണങ്ങി സെറ്റാവുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇനി നമുക്കിത് കുറച്ച് വെള്ളം ഒഴിക്കണം ഇതിനകത്തേക്ക്. ഇനിയാണ് ഇതിൻ്റെ മെയിനൊരു സംഭവം വരുന്നത്. ഇതിൻ്റെ പേരാണ് കാൽസ്യം കാർബൈഡ്. ഈ കാർബൈഡ് കല്ലുകൾ നമ്മൾ വെള്ളത്തിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഇത് റിയാക്റ്റ് ആയി കഴിഞ്ഞാൽ ഇതിനകത്ത് നിന്ന് അസെറ്റിലിൻ ഗ്യാസ് ഫോം ആവും. ഇത് കത്താൻ സഹായിക്കുന്നൊരു വാതകമാണ്. അതിനുള്ളിൽ കുറേ കെമിസ്ട്രിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊന്നും ഞാനിവിടെ പറയുന്നില്ല. അത് ഇട്ട് കഴിയുമ്പോൾ തന്നെ പെട്ടെന്ന് റിയാക്ഷൻ സംഭവിക്കും, ഗ്യാസ് ഫോം ആവാൻ തുടങ്ങും. പിന്നെ നമുക്ക് കത്തിച്ച് കഴിഞ്ഞാൽ ഇതേപോലെ ഫ്ലെയിം പുറത്തേക്ക് വരുന്നത് കാണാൻ പറ്റും. ഇത് നമുക്ക് ചെറിയ രീതിയിൽ കുക്കിങ്ങും മറ്റു കാര്യങ്ങളെല്ലാം ചെയ്യാൻ സഹായിക്കും. ഇതിൻ്റെ തന്നെ ടോർച്ച് അല്ലാതെ സ്റ്റൗ ഉണ്ട്. അപ്പോൾ സ്റ്റൗവിനകത്ത് നമുക്ക് സിലിണ്ടറായിട്ടൊക്കെ ഉപയോഗിക്കാം. എന്തുകൊണ്ടും ഇതാണ് നമുക്ക് ലാഭം. ആ ഒരു കല്ലിന് ഏകദേശം 40-30 രൂപ വിലയുള്ളൂ. ഈ കല്ല് നമ്മൾ പൊടിച്ച് ചെറിയ ചെറിയ പീസുകളാക്കുമ്പോൾ തന്നെ നമുക്ക് കുറേ തവണ കുക്ക് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ വേണ്ട കാര്യങ്ങളൊക്കെ കാണാനും പറ്റും. ഞാനൊരു ചെറിയ കല്ല് വാങ്ങിയിട്ട് ഇതേപോലെ കുറേ തവണ യൂസ് ചെയ്തൊക്കെ നോക്കി. സംഭവം അടിപൊളിയായിട്ട് വർക്കിംഗ് ആവുന്നുണ്ട്. പിന്നെ ഇത് ചെയ്ത് നോക്കണമെന്ന് ഞാൻ പറയില്ല, കാരണം കല്ലുകളുടെ എണ്ണം കൂടിക്കഴിഞ്ഞാൽ അപകടം സംഭവിക്കാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന ഈ ഒരു സിലിണ്ടറിന് എത്രത്തോളം കപ്പാസിറ്റി ഉണ്ടെന്ന് അറിയില്ല, എത്രത്തോളം കല്ലുകൾ ഇട്ടാൽ പൊട്ടിത്തെറിക്കുമെന്നൊന്നും അറിയില്ല. ഏത് വാതകമാണെങ്കിലും ഓവറായി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, അപ്പോൾ കൂടുതൽ അപകടങ്ങൾ ഉണ്ടാക്കാൻ കാരണമാവും. അതുകൊണ്ടിട്ടാണ് ഈ ഒരു വീഡിയോ ജസ്റ്റ് കണ്ടിരുന്നാൽ മാത്രം മതി. ഉണ്ടാക്കി നോക്കണമെന്നുള്ളവർക്ക് അതിനെപ്പറ്റി പഠിച്ചിട്ട് കൂടുതൽ അറിഞ്ഞിട്ട് ഉണ്ടാക്കി നോക്കാം.